എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിൽ നിയമസഭാ ഇലക്ഷൻ നടക്കാൻ വേണ്ടി ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അതായത് ഏപ്രിൽ 9 കേരളത്തിൽ ഇലക്ഷൻ നടക്കുന്നത്. മെയ് 4 റിസൾട്ട് വരുന്നത്. അപ്പോൾ ഈ ഇത്തവണത്തെ ഇലക്ഷൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഈ 2026 നടക്കാൻ പോകുന്നത് ത്രികോണ പോരാട്ടമാണ്. അതായത് NDA, LDF, UDF ഈ മൂന്ന് മുന്നണികളും ഈക്വലി കോമ്പീറ്റ് ചെയ്യുന്ന ഒരു ഇലക്ഷനാണ് ഇനി നടക്കാൻ പോകുന്നത്. അത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ LDF ഒരു ഭാഗത്ത്, UDF ഒരു ഭാഗത്ത്, അത് രണ്ട് സൈഡുകളിലായിട്ടാണ് മത്സരം നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ പൊടുന്നനെ BJP, അതായത് 2024 പാർലമെൻറ്റ് ഇലക്ഷനിൽ BJPക്ക് കേരളത്തിൽ ലഭിച്ചത് 20% വോട്ടാണ്. അതായത് നോക്കുകയാണെങ്കിൽ ഒരു അനാലിസിസ് നോക്കുകയാണെങ്കിൽ കേരളത്തിൽ 30% ആൾക്കാർ BJPക്ക് വോട്ട് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരാണ്. പക്ഷേ പെട്ടിയിൽ വീഴുന്നത് BJP കിട്ടുന്നത് 20% വോട്ടുകളാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് BJP പല മണ്ഡലങ്ങളും BJPക്ക് ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടെങ്കിലും പല മണ്ഡലങ്ങളിലും BJP ജയിക്കില്ല എന്ന് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ BJP മൈൻഡ് സെറ്റുള്ള ആൾക്കാരൊക്കെ അതായത് അവർക്ക് ഇഷ്ടപ്പെടാത്ത സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ വേണ്ടി വോട്ട് ചെയ്യുന്നു. അതാണ് കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പ്രത്യക്ഷത്തിൽ പരോക്ഷമായി നോക്കുകയാണെങ്കിൽ BJPക്ക് കേരളത്തിൽ 30% ഫിക്സഡ് വോട്ടുണ്ട് എന്ന് തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഇലക്ഷൻ ഉണ്ടല്ലോ, അത് കഴിഞ്ഞ 10 വർഷമായിട്ട് പിണറായി വിജയൻ സർക്കാർ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിശക്തമായ ഭരണവിരുദ്ധ വികാരമുണ്ട്. അത് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രതിപക്ഷത്തിരിക്കുന്ന UDFന് കഴിയില്ല എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇപ്പോൾ ഓൾറെഡി ഇലക്ഷൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ തിങ്കളാഴ്ചയാണ് ലാസ്റ്റ് ഡേറ്റ്. അപ്പോൾ അതിനുള്ളിൽ തന്നെ എല്ലാം നാമനിർദ്ദേശ പത്രികയൊക്കെ സമർപ്പിച്ച് എല്ലാം സെറ്റായിരിക്കണം. LDF ആയാലും ND ആയാലും അവരെ സ്ഥാനാർത്ഥികളെയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അതായത് 95% സീറ്റുകളിലേക്കും ഈ രണ്ട് മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പക്ഷേ കോൺഗ്രസിൻ്റെ കാര്യം നോക്കി ഇപ്പോഴും പല മണ്ഡലങ്ങളും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചിട്ട് പോലുമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഏകദേശം 10ഓളം MP ഇത്തവണ കേരളത്തിൽ നിയമസഭാ ഇലക്ഷനിൽ മത്സരിക്കണമെന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സുധാകരൻ്റെ കേസ് തന്നെ കാണുന്നില്ലേ? സുധാകരൻ തന്നെ വലിയ രീതിയിൽ പ്രക്ഷോഭം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതായത് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ഞാൻ കടുംകൈ ചെയ്യുന്ന വെച്ചാൽ BJPയിലോട്ട് പോകും, പാർട്ടി വിടുന്നില്ല ഒരു സെറ്റപ്പിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹൈക്കമാൻഡിൻ്റെ നേതൃത്വത്തിൽ ഹൈക്കമാൻഡ് ഒഫീഷ്യലി പറഞ്ഞിരിക്കുകയാണ് ഒരു MP പോലും മത്സരിക്കേണ്ട. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഏത് നിമിഷവും നരേന്ദ്രമോദി സർക്കാരിനെ വീഴ്ത്താൻ വേണ്ടി രാഹുൽ ഗാന്ധിയും ഡീപ് സ്റ്റേറ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 99 MPമാരാണ് കോൺഗ്രസിനുള്ളത്. അതിന് 10 ആൾക്കാരൊക്കെ മത്സരിച്ച് കഴിഞ്ഞാൽ വലിയ ഡാമേജ് ഉണ്ടാവും. ചിലപ്പോൾ ഇൻ കേസ് ഭാവിയിൽ എന്തെങ്കിലും ദേശീയ തലത്തിൽ രാഷ്ട്രീയ മാറ്റങ്ങൾ സംഭവിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ MPമാർ ഷോർട്ടേജ് ഉണ്ടാകാൻ പാടില്ല. അതുകൊണ്ട് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുകയാണ് നിലവിലെ MPമാരും ഇവിടെ കേരളത്തിൽ മത്സരിക്കേണ്ട എന്ന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് സുധാകരൻ അടക്കമുള്ള ആൾക്കാർക്ക് സീറ്റ് നിഷേധിച്ചത്. ഇപ്പോഴും പല സീറ്റുകളിലും ഇവരും ഒഫീഷ്യലി പ്രഖ്യാപിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ കോൺഗ്രസ് കേരളത്തിൽ ഒരു ബാക്ക് ഫുട്ടിലാണ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ ഒരു ഘട്ടത്തിലാണ് BJPയുടെ പ്രത്യേകത. BJP ഇത്തവണ ഉണ്ടല്ലോ, BJP ഇത്തവണ ലക്ഷ്യം വെക്കുന്നത് 10 സീറ്റിൽ കുറഞ്ഞത്, ഏറ്റവും കുറഞ്ഞ 10 സീറ്റ് ഷുവറായിട്ട് ജയിക്കുന്ന 10 സീറ്റുകളാണ് അവർ മാക്സിമം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അവർക്ക് ഇത്തവണ 10 സീറ്റ് മതി. കേരളത്തിൽ ആര് ഭരണം ഭരിക്കണമെന്ന് BJP തീരുമാനിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഇപ്പം ഒരുപാട് എക്സിറ്റ് പോളുകളൊക്കെ ഒരുപാട് നാഷണൽ മീഡിയകളും നമ്മുടെ കേരളത്തിലെ മീഡിയകളൊക്കെ ആയിക്കഴിഞ്ഞാലും എക്സിറ്റ് പോളുകൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിലൊന്നും ഒരു മുന്നണിക്കും വ്യക്തമായ ലീഡ് പറയുന്നില്ല. ഈക്വലി അതായത് രണ്ട് മുന്നണികളും LDF ആയാലും UDF ആയാലും ഈക്വലി സീറ്റ് ഷെയർ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ 140 സീറ്റുകളുള്ള കേരളത്തിൽ ഒരു 60 സീറ്റ് LDFനും 70 സീറ്റ് UDFനും ഒരു 10 സീറ്റ് BJPക്കും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ കളി മാറിയെന്ന് വെച്ചാൽ BJP തീരുമാനിക്കും ആര് ഭരണം നിയന്ത്രിക്കണമെന്ന്. അപ്പോൾ അവിടെ കേരള രാഷ്ട്രീയം കലക്കി മറിക്കാൻ തന്നെയാണ് BJPയുടെ ലക്ഷ്യം. അപ്പോൾ BJP അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മുൻ വർഷത്തെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇത്തവണ BJPയുടെ ഒരു പെർഫോമൻസിനെ ഡിപ്പെൻഡ് ചെയ്യും കേരളം ആര് ഭരിക്കണമെന്ന്. അതൊരു 10 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയം തകിടം മറയാൻ പോകുകയാണ്. അപ്പോൾ ഇവിടെ കേരളത്തിലും ഇന്ത്യ അലയൻസ് ഉണ്ടാകാൻ ഉള്ള സാധ്യതയാണ് BJP ലക്ഷ്യം വെക്കുന്നത്. അത് BJPക്ക് ആവശ്യം കേരളത്തിൽ ഒരു തൂക്ക് സഭയാണ്. ഒരു 10 സീറ്റ് BJP കിട്ടുകയാണ്. അവിടെ കീ പ്ലെയറായിട്ട് BJP മാറും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ പുറത്തു വന്ന ലിസ്റ്റ് പ്രകാരം ഏറ്റവും കൂടുതൽ BJP ജയിക്കാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ് നേമത്ത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ രാജീവ് ചന്ദ്രശേഖറിൽ തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഏകദേശം 16,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് നേമം അസംബ്ലിയിൽ രാജീവ് ചന്ദ്രശേഖറിന് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഉറപ്പായിട്ടും BJP ജയിക്കുന്ന ഒന്നാമത്തെ സീറ്റാണ് നേമം. അവിടെ മത്സരിക്കുന്നത് വിദ്യാഭ്യാസ മന്ത്രി അക്ഷരാഭ്യാസമില്ലാത്ത, നേരാവണ്ണം എഴുത്തും വായന പോലും അറിയാത്ത, മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയാത്ത, നിയമസഭയെ തല്ലിപ്പൊളിച്ച് അതിന് നേതൃത്വം നൽകിയ ശിവൻകുട്ടിയാണ് അവിടെ മത്സരിക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള PR വർക്കുകൾ ഈ ശിവൻകുട്ടി നേതൃത്വത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് വിദ്യാഭ്യാസ മന്ത്രിയാണ്. എല്ലാ സ്കൂളിലെ കുട്ടികളും അച്ഛനമ്മമാരോട് പറയുന്നു, അതായത് ശിവൻകുട്ടി അപ്പൂപ്പന് വോട്ട് ചെയ്യണം എന്ന രീതിയിൽ. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ PR വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് തന്നെയായാലും കഴിഞ്ഞ വർഷം കുമ്മനം രാജശേഖരനെ തോപ്പിച്ച നേമംകാർക്ക് ഇത്തവണ ഭയങ്കര ഒരു സുവർണാവസരമാണ്. BJPയുടെ രാജീവ് ചന്ദ്രശേഖരനെ എന്തായാലും ജയിപ്പിക്കും. അതിനുവേണ്ടി അവർ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ BJP പിടിക്കാൻ പോകുന്ന കേരളത്തിലെ ഏറ്റവും മികച്ച സീറ്റ് നേമം തന്നെയാണ്. അത് കഴിഞ്ഞ് കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വി മുരളീധരൻ അവിടെ
അവിടെ വർഷങ്ങളായിട്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് ആ ഏരിയ കഴക്കൂട്ടത്തും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കേരളത്തിൽ നല്ല കൗശലക്കാരൻ രാഷ്ട്രീയക്കാരൻ എന്നുള്ള പേരുള്ളൊരു വ്യക്തിയാണ് വി മുരളീധരൻ. ഇത്തവണ എന്ത് തന്നെയായാലും കഴക്കൂട്ടത്ത് വി മുരളീധരൻ വിജയിച്ച് കയറുമെന്നാണ് BJP പ്രതീക്ഷിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതുകൊണ്ട് വി മുരളീധരൻ്റെ വിജയം തടയാൻ വേണ്ടി കടകംപള്ളി തന്നെ രംഗത്ത് ഇറക്കിയിരിക്കുകയാണ് CPM. അപ്പോൾ കടകംപള്ളിയെ സംബന്ധിച്ചിടത്തോളം ഈ സ്വർണ്ണക്കൊള്ളയായാലും ഈ സ്വപ്ന സുരേഷിൻ്റെ കേസുമായാലും ഇത്തരത്തിന് സ്ത്രീലമ്പടനായ ഒരുത്തനെ ഇനി കഴക്കൂട്ടക്കാർ ജയിപ്പിച്ച് വിടണമെന്ന് നിങ്ങൾ തന്നെ ആലോചിക്കണം. അപ്പോൾ ആ ഒരു അവസ്ഥയാണ്. വളരെ സൗമ്യനും ജനങ്ങളുടെ അടുത്ത് വളരെ അടുത്ത് ഇടപഴകുന്ന ഒരാളും ജനങ്ങളായിട്ട് നല്ല ബന്ധമുള്ളൊരു വ്യക്തിയാണ് വി മുരളീധരൻ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ എന്ത് തന്നെയാലും BJP കിട്ടാവുന്ന 2ാമത്തെ സീറ്റ് കഴക്കൂട്ടം തന്നെയായിരിക്കും. ഒരു പക്ഷേ കടകംപള്ളി സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. അവിടെ കോൺഗ്രസിന് വേണ്ടി മത്സരിക്കുന്നത് ശരത്ചന്ദ്ര പ്രസാദാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ പെണ്ണുപിടിയനായ കടകംപള്ളി സുരേന്ദ്രൻ 3ാം സ്ഥാനത്തേക്ക് പോയാലും അത്ഭുതപ്പെടാനില്ല. അപ്പോൾ നിയമം കഴിഞ്ഞാൽ കഴക്കൂട്ടം, പിന്നീട് BJP ഉറപ്പായിട്ട് 100% ജയിക്കുന്ന 3ാമത്തെ സീറ്റാണ് പാലക്കാട്. അവിടുത്തെ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും മികച്ച എന്താ പറയുക ഏറ്റവും അതിശക്തിയായ വനിതാ നേതാവായ ശോഭാ സുരേന്ദ്രൻ തന്നെയാണ് പാലക്കാട് മത്സരിക്കുന്നത് ഇത്തവണ. അതായത് സംസ്ഥാന നേതൃത്വം തന്നെ ശോഭാ സുരേന്ദ്രൻ്റെ അടുത്ത് ഒഫീഷ്യലി ചോദിച്ചു എവിടെ വേണമെന്ന് കേരളത്തിൽ, അതായത് കാസർഗോഡ് തിരുവനന്തപുരം വരെയുള്ള ഈ 140 സീറ്റ് ഏത് സീറ്റ് വേണമെങ്കിലും ശോഭാ സുരേന്ദ്രൻ മത്സരിക്കുക എന്നാണ് സംസ്ഥാന നേതൃത്വം പറഞ്ഞത്. അപ്പോൾ പാലക്കാട്, ജന്മദേശമായ പാലക്കാട് തന്നെ തിരഞ്ഞെടുത്തിരിക്കുകയാണ്. ഇത്തവണ പാലക്കാട് 100% ശോഭാ സുരേന്ദ്രൻ ജയിച്ച് കയറുമെന്ന് തന്നെ പാർട്ടി പറയുന്നത്. അതായത് ഇത്തവണ ലോട്ടറിയാണ് BJPക്ക് അവിടെ ചിലപ്പോൾ രമേശ് പിഷാരടിയെ മത്സരിക്കുന്ന കോൺഗ്രസിന് വേണ്ടിയിട്ട്, CPMന് വേണ്ടിയിട്ട് അവിടെ ഇപ്പോൾ ആരും മത്സരിക്കാൻ തയ്യാറല്ല, ഇടത് സ്വതന്ത്രൻ എന്ന് പറഞ്ഞ ഏതൊരു സുഡാപ്പിയെ അവിടെ കൊണ്ടുവന്നിരിക്കുകയാണ്. അത് തത്വത്തിൽ പണി കിട്ടാൻ പോകുന്നത് പിഷാരടിക്കായിരിക്കും, കോൺഗ്രസിനായിരിക്കും. അതായത് കോൺഗ്രസിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന മുസ്ലിങ്ങൾ ഒരിക്കലും പിഷാരടിക്ക് വോട്ട് ചെയ്യില്ല. നേരെ മറിച്ച് ഈ CPM ഇടത് സ്വതന്ത്രം എന്ന് പറയുന്ന സുഡാപ്പിക്കായിരിക്കും മുസ്ലിങ്ങളൊക്കെ വോട്ട് ചെയ്യുക. അപ്പോൾ കോൺഗ്രസിന് കാലാകാലങ്ങളായിട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിന് അടക്കം ആൾക്കാർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന മുസ്ലിം വോട്ടുകളൊക്കെ ഈ ഇടത് സ്വതന്ത്രനായ സുഡാപ്പിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. BJP അവിടെ ഒരു 10,000 വോട്ടിനെങ്കിലും പാലക്കാട് ജയിക്കുന്നില്ല കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നീടുള്ള മഞ്ചേശ്വരം കേരളം ഈ കറണ്ട് കേരള പൊളിറ്റിക്കൽ സെനാരിയോയിൽ നിയമസഭയിൽ ഉണ്ടായിരിക്കേണ്ട ഒരു വ്യക്തിയാണ് K. സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി. അതായത് കഴിഞ്ഞ 2016 വരെ 89 വോട്ടിലും 2021 വെറും 1000 താഴെ വോട്ടിന് 855 വോട്ടിനുമാണ് K. സുരേന്ദ്രൻ ഇവിടെ പരാജയപ്പെട്ടത്. അത് K. സുരേന്ദ്രൻ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് CPM ലീഗ് നമ്മൾ CPM ലീഗിന് വോട്ട് മറിച്ച് കൊടുക്കുന്നു എന്നുള്ള വലിയൊരു ആരോപണം അവിടെ ഉണ്ട്. അവിടെ ഒരു ഡീലുണ്ട് ഈ ലീഗും CPM നമ്മൾ. ഇത്തവണ അതേമാതിരി തന്നെയാണ് സുരേന്ദ്രനെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തിയിരിക്കുകയാണ് CPM. അതായത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മുസ്ലിം വോട്ട് സ്പ്ലിറ്റായി പോകാതിരിക്കാൻ വേണ്ടി, മുസ്ലിം വോട്ടൊക്കെ ഒന്നടങ്കം ലീഗിന് പോകാൻ വേണ്ടിയിട്ടും സുരേന്ദ്രനെ തോൽവി ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയെ നിർത്തിയത്. കാരണം എന്ന് വെച്ചാൽ അവിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധമുണ്ട്. അവിടെ കാലാകാലങ്ങളായിട്ട് ഈ മഞ്ചേശ്വരം ഏരിയയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം നേതാവുണ്ട്. അയാളെ നിർത്താതെ ഈ ഹിന്ദു സ്ഥാനാർത്ഥി നിർത്തിയത് ലീഗായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ്. പക്ഷേ എന്ത് തന്നെയായാലും സുരേന്ദ്രൻ ഒരു 10,000 വോട്ടിനെങ്കിലും മഞ്ചേശ്വരം ഇത്തവണ പിടിച്ചെടുക്കും എന്ന് തന്നെയാണ് BJPയുടെ ഉറച്ചു വിശ്വസിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് പിന്നീടുള്ളത് പാലായിൽ ഷോൺ ജോർജാണ് മത്സരിക്കുന്നത്. അവിടെ ഒരു ത്രികോണ പോരാട്ടത്തിൻ്റെ ഒരു പ്രതീതിയാണ്. ആ ത്രികോണ പോരാട്ടത്തിൽ ഷോൺ ജോർജും ജയിച്ച് കയറും എന്ന് തന്നെയാണ് BJP വിശ്വസിക്കുന്നത്. മുമ്പ് PC തോമസൊക്കെ അവിടെ നിന്ന് NDAയുടെ ഭാഗമായിട്ട് മത്സരിച്ച് ജയിച്ച് കയറിയ ഒരു മണ്ഡലം തന്നെയാണ് ഈ പാല എന്ന് പറയുന്നത്. അതുപോലെ പൂഞ്ഞാറിലെ പുപ്പുലി PC ജോർജാണ് മത്സരിക്കുന്നത്. PC ജോർജിനെ സംബന്ധിച്ചിടത്തോളം 2016 വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ച ആളാണ് PC ജോർജ് പൂഞ്ഞാർ മണ്ഡലത്തിൽ. 2021 വരുമ്പോൾ അവിടെ STP ആയിട്ട് തെറ്റിയിട്ട് ഒറ്റയ്ക്ക് മത്സരിച്ചിട്ട് പോലും 2ാം സ്ഥാനത്തെത്തി. അപ്പോൾ ഇത്തവണ അവിടെ നോക്കുകയാണെങ്കിൽ BJPയുടെ വോട്ടും PC ജോർജിന് വ്യക്തിപരമായി കിട്ടുന്ന വോട്ടും കൂടി ചേർന്ന് നോക്കുകയാണെങ്കിൽ പൂഞ്ഞാറും BJP ജയിച്ച് കയറും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. അതുപോലെ തിരുവനന്തപുരത്തിലെ ഏറ്റവും ശക്തമായ മറ്റൊരു മണ്ഡലം എന്ന് വെച്ചാൽ കാട്ടാക്കട. അവിടെ PK കൃഷ്ണദാസ് വർഷങ്ങളായിട്ട് അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രാദേശിക തലത്തിൽ വലിയ ബന്ധങ്ങൾ ഒക്കെ ഉണ്ടാക്കിയെടുത്തൊരു വ്യക്തിയാണ് PK കൃഷ്ണദാസ്. ഇത്തവണ അതായത് കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷനിൽ കാട്ടാക്കടയിലും ഏകദേശം 4000-ഓളം ഭൂരിപക്ഷം BJPക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ PK കൃഷ്ണദാസിൻ്റെ ആൾക്കാരായിട്ടുള്ള ബന്ധം, ജനങ്ങളായിട്ടുള്ള ബന്ധം, ഇതൊക്കെ നോക്കുകയാണെങ്കിൽ കാട്ടാക്കടയും BJP ജയിച്ച് കയറും എന്നാണ്. പിന്നീടുള്ള ഒരു ഷുവർ സീറ്റ് എന്ന് പറയുന്നത് വട്ടിയൂർക്കാവ് അവിടെ മുൻ DGP ആയ ശ്രീലേഖയാണ് മത്സരിക്കുന്നത്. അവിടെ ശ്രീലേഖ കോമ്പീറ്റ് ചെയ്യുന്നത് K. മുരളീധരനുമായിട്ടും മുൻ മേയറും അവിടുത്തെ സിറ്റിംഗ് MLA ആയ CPMൻ്റെ പ്രശാന്തുമായിട്ടാണ്. ഈ പ്രശാന്തിനെ അവിടെ ആൾക്കാർ കയ്യിൽ കിട്ടി അടിക്കുന്ന അവസ്ഥയിലാണ് ഇപ്പോഴത്തെ പ്രശാന്തിൻ്റെ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ K. മുരളീധരൻ കേരള രാഷ്ട്രീയത്തിൽ ഇടിക്കാച്ചരക്കായി മാറിയിരിക്കുകയാണ്. എവിടെ നിന്നാലും കഴിഞ്ഞ പ്രാവശ്യം വലിയ വീരവാദം മുഴക്കി തൃശ്ശൂർ പോയി സുരേഷ് ഗോപിയോട് മത്സരിച്ച് 8 നിലയെ പൊട്ടിയ ഒരു വ്യക്തിയാണ്. അതായത് അത്രത്തോളം ഈ അടുത്ത കാലത്ത് നല്ലൊരു നേതാവായിരുന്നു. പക്ഷേ ഈ സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ രീതിയിലുള്ള ഈ ഹൈന്ദവ വിരുദ്ധ പ്രസ്താവനകളൊക്കെ ഈ മുരളീധരന് തിരിച്ചടിയാവും. അപ്പോൾ അവിടെയും ഈ വട്ടിയൂർക്കാവിലും
BJP തന്നെ ജയിച്ചു വരും എന്ന് തന്നെയാണ് വിശ്വാസം. അപ്പോൾ ഇത്രയും സീറ്റുകൾ നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം, പാല, പൂഞ്ഞാറ്, കാട്ടാക്കട, വട്ടിയൂർക്കാവ് ഇത്രയും സീറ്റുകൾ ഷൂറായിട്ടും BJP ജയിക്കും. പിന്നെ അതുമാത്രമല്ല തിരുവല്ലയിൽ അനൂപ് ആൻ്റണി ജോസഫ്, പിന്നെ ഹരിപ്പാട് സന്ദീപ് ജസ്പതി, പിന്നെ ആറന്മുളയിൽ ഇതുവരെ തീരുമാനം വന്നിട്ടില്ല. ചിലപ്പോൾ MT രമേശ് ആവാം, കുമ്മനം രാജശേഖരനാവാം. അതുപോലെ തൃശ്ശൂർ പത്മജ വേണുഗോപാൽ. അവിടെയും ദുർബലരായ സ്ഥാനാർത്ഥികളാണ് UDF-നും LDF-നും ഉള്ളത്. പത്മജ എന്തായാലും തൃശ്ശൂർ ജയിച്ച് കയറും എന്ന് തന്നെയാണ് വിശ്വാസം. പിന്നെ കാഞ്ഞിരപ്പള്ളി നമ്മുടെ കേന്ദ്രമന്ത്രി കുര്യൻ, പിന്നെ ദേവികുളത്ത് CPM-ൻ്റെ മുൻ MLA രാജേന്ദ്രൻ, ഇവരൊക്കെ ജയിക്കുന്നില്ല ഷുവർ സീറ്റുള്ള കാര്യങ്ങളാണ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ 10 സീറ്റല്ല, ഒരു 15 സീറ്റ് വരെ BJP, 10 സീറ്റിന് മുകളിൽ BJP ജയിച്ച് കയറും എന്ന് തന്നെയാണ് അവർ വിശ്വസിക്കുന്നത്. അപ്പോൾ ഈ 2026 ഒരു പ്രത്യേക സാഹചര്യത്തിൽ നോക്കുകയാണെങ്കിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തൊരവസ്ഥ വരികയും BJP അവിടെ ഒരു 10-12 സീറ്റുകൾ പിടിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ BJP തീരുമാനിക്കും ആര് കേരളം ഭരിക്കുമെന്ന്. നമുക്ക് ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കാം. അതായത് അത്തരത്തിൽ സെനാരിയോ ഉണ്ടാകട്ടെ, അതിനായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.